നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അന്തരിച്ച നടൻ സലീം കുമാറിന്റെ ശവസംസ്കാരം ഇന്ന് നടക്കും. വൈകിട്ട് വീട്ടുവളപ്പിലാണ് ചടങ്ങുകൾ നടക്കുക. ഇന്ന് രാവിലെ 9 മണി മുതൽ പറവൂർ ടൗൺ ഹാളിൽ പൊതുദർശനം ആരംഭിച്ചു. അദ്ദേഹത്തിനെ കാണാൻ വരുന്ന ഏറ്റവും അവസാനത്തെ വ്യക്തിയേക്കും അദ്ദേഹത്തിനെ കാണിച്ചിട്ടേ മടങ്ങുകയുള്ളൂ എന്നുള്ളതാണ്. മോഹൻലാലിനും മമ്മൂട്ടിക്കും എത്താൻ കഴിയില്ല എന്നൊരു വിവരം ഉണ്ടായിരുന്നു. എന്തായാലും ദിലീപൊക്കെ വന്ന് വളരെ പൊട്ടിക്കരയുന്ന ദിലീപിനെയാണ് കാണാൻ സാധിച്ചത്. പൊട്ടി കരയുന്ന ദിലീപിനെയാണ് നമ്മൾ കണ്ടത്. ഒപ്പം അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെല്ലാവരും ഹരിശ്രീ അശോകനെ തുടങ്ങിയ നിരവധി ആളുകളാണ് അവിടേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രി പറവൂരിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. ഉച്ചയ്ക്ക് ശേഷം വീട്ടിലും പൊതുദർശനം ഉണ്ടാകും. വിശ്വാസിയായിരുന്നില്ല സലീം കുമാർ. അതുകൊണ്ട് തന്നെ സംസ്കാരം സംബന്ധിച്ച മതപരമായ ചടങ്ങുകൾ ഒഴിവാക്കണമെന്ന് മരിക്കും മുൻപ് അദ്ദേഹം വീട്ടുകാരോട് ആവശ്യപ്പെട്ടിരുന്നു. അസ്ഥി പുഴയിൽ ഒഴിക്കേണ്ടതില്ല എന്നും വീട്ടുകാരെ അറിയിച്ചിരുന്നു. അതേസമയം സലീം കുമാറിന്റെ വിയോഗത്തിൽ അനുശോചന പ്രവാഹമാണ്. നഷ്ടപ്പെട്ടത് വെറുമൊരു ചലച്ചിത്ര താരത്തെ മാത്രമല്ല, കൂടപ്പിറപ്പിനെ എന്നാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞത്. ചിരിയുടെ മണവാളൻ മാത്രമായിരുന്നില്ല എനിക്ക് സലീം കുമാർ. അയാളും ഞാനും തമ്മിൽ അതിതീവ്രമായൊരു ആത്മബന്ധമുണ്ട്. എൻ്റെ നാടിൻ്റെ അഭിമാനമായ ഒരാൾ, എനിക്കൊരു നിലപാടുണ്ടെന്ന് ഉറക്കെ പറഞ്ഞൊരാൾ, വ്യക്തിപരമായ നഷ്ടങ്ങളെക്കുറിച്ച് അല്പം പോലും ഓർക്കാതെ രാഷ്ട്രീയ നിലപാടിന്റെ ദൃഢത ആവർത്തിച്ചു പറയുന്ന ഒരാൾ, ഞാൻ കോൺഗ്രസ്സുകാരനാണെന്ന് പറയാൻ ആരെയും ഭയക്കാതിരുന്ന ധീരനായ കലാകാരൻ, എൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം ഒരു അവകാശം പോലെ പിടിച്ചു വാങ്ങിയ സലീം കുമാർ, പാർട്ടിയുടെ വിജയങ്ങളിൽ അത്രമേൽ സന്തോഷിച്ച കൂടപ്പിറപ്പ്, ഹാസ്യം മാത്രമല്ല എന്തും തനിക്ക് വഴങ്ങുമെന്ന് പലവട്ടം അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. അഭിനയത്തിന് പുറമെ അദ്ദേഹം എന്ന വ്യക്തിക്കാണ് ഞാൻ കൊടുക്കുന്ന 100-ൽ 100 മാർക്ക്. 100 മാർക്ക് കൊടുത്താൽ പോരാ, അതിൽ കൂടുതലും കൊടുക്കേണ്ടി വരും. സലീം കുമാർ, നിങ്ങൾ ഒരിക്കലും ഈ ലോകം വിട്ടുപോവുകയില്ല. അതിന് നിങ്ങളുടെ കഥാപാത്രങ്ങൾ, നിങ്ങൾ തന്ന സ്നേഹങ്ങൾ, നിങ്ങൾ തന്ന നിമിഷങ്ങൾ ഒന്നും മറക്കാനിടയില്ല. എന്തായാലും അതുപോലെ തന്നെ ഈ ഹാസ്യ സാമ്രാട്ടായിരുന്ന കൊച്ചിൻ ഹനീഫ, അദ്ദേഹം മരിച്ചപ്പോഴും സലീം കുമാർ പറഞ്ഞൊരു വാക്കുണ്ട്. അദ്ദേഹം പറഞ്ഞിരുന്നു, ഹനീഫിക്ക നിങ്ങൾ പൊക്കോളൂ, ഈ യാത്രയിൽ ഞാനും നിങ്ങളോടൊപ്പം വൈകാതെ തന്നെ വരുമെന്നുള്ളതാണ്. അന്ന് അദ്ദേഹം പറഞ്ഞതിന് ശേഷം അദ്ദേഹം ഒരു ചിരി ചിരിച്ചിരുന്നു. ആ ചിരി വല്ലാത്തൊരു ചിരിയായിരുന്നു. അത് മലയാളികൾ പലരും കേട്ട് ആ ചിരി കണ്ടപ്പോൾ കരഞ്ഞു പോകുന്നൊരു നിമിഷമുണ്ടായിരുന്നു. പലപ്പോഴും നമ്മൾ ചിരികൾ കാണുമ്പോൾ കൂടെ ചിരിക്കാറാണ് പതിവ്, അല്ലെങ്കിൽ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ലെങ്കിൽ നമ്മൾ മിണ്ടാതിരിക്കും. പക്ഷേ ഒരാളുടെ ചിരി കണ്ട് കരഞ്ഞു പോകുന്ന നിമിഷമുണ്ടല്ലോ, അതാണ് നമ്മുടെ മനസ്സിൽ തറയ്ക്കുന്ന ആ നിമിഷം എന്ന് പറയുന്നത്. സലീം കുമാർ എന്ന ആ വ്യക്തി ഒരിക്കലും നമ്മെ വിട്ടു പിരിയില്ല. അദ്ദേഹം ചെയ്തു വെച്ച കഥാപാത്രങ്ങൾ, അദ്ദേഹം ആരായിരുന്നു എന്ന് വ്യക്തമാണ്. കോൺഗ്രസ്സുകാർക്ക് എപ്പോഴും അദ്ദേഹത്തിനോട് വല്ലാത്ത സ്നേഹമുണ്ടായിരുന്നു. അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ നിലപാടോടുകൂടി തന്നെയാണ്. ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞൊരു വാക്കുണ്ട്, മരണത്തിനോട് അദ്ദേഹം തോറ്റുപോയി എന്നുള്ള ആ വാക്ക്. അത് തീർച്ചയാണ്. മരണത്തിന് മാത്രമേ നമ്മളെയൊക്കെ തോൽപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിലൊക്കെ നമ്മൾ പിടിച്ചു നിൽക്കും, ഏതറ്റം വരെയും നമ്മൾ പിടിച്ചു നിൽക്കും. ആ അറ്റത്ത് പിടിച്ചു നിൽക്കുമ്പോൾ കൂടെ നിന്നവരൊക്കെ നമ്മളോടൊപ്പം തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ്. എന്തായാലും ആ അറ്റത്ത് പിടിച്ചു നിൽക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. 54-ാം വയസ്സിൽ സലീം കുമാർ എന്ന നടൻ വിട പറയുകയാണ്.